പേരിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന ബ്രില്യൻസ്, ക്വാളിറ്റി സിനിമ, രേഖാചിത്രം. നമുക്ക് ഏവർക്കും അറിയാവുന്നൊരു ചരിത്രം, നോവൽ, സംഭവം അതേതുമാകട്ടെ, അതിൽ നിന്നുള്ള യാഥാർത്ഥ്യത്തെ അടർത്തി മാറ്റി സമാന്തരമായ മറ്റൊരു കഥയെയോ കഥാപാത്രങ്ങളെയോ സൃഷ്ടിച്ച് വ്യത്യസ്തമായ രീതിയിൽ പുനരവതരിപ്പിക്കുക എന്നതാണ് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ടാറന്റീനോയുടെ ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ്സ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്, എം.ടി എഴുതിയ ഹരിഹരൻ മമ്മൂട്ടി ചിത്രം വടക്കൻ വീരഗാഥ, ഇതൊക്കെ ഈ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമകളാണ്. സമാനമായ കഥാവിഷ്കാര ശൈലിയാണ് സംവിധായകനായ ജോഫിൻ ടി ചാക്കോയും തിരക്കഥാകൃത്തായ ജോൺ മന്ത്രിക്കലും രേഖാചിത്രം എന്ന സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1985 റിലീസ് ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് മലയാള ചിത്രത്തിന്റെ പിന്നണിയിൽ സംഭവിച്ച നമുക്കാർക്കും അറിയാത്തൊരു കഥ. അതെങ്ങനെ വർത്തമാനകാലവുമായി കണക്ട് ചെയ്യുന്നു എന്നതാണ് കഥയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇനി സിനിമയുടെ കഥയിലേക്ക് വരാം. ഡ്യൂട്ടിക്കിടയിൽ ഓൺലൈൻ റമ്മി കളിച്ച് സസ്പെൻഷനിലായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വിവേക്. നല്ല നടപ്പിനായി വലിയ ബഹളങ്ങളോ സെൻസിറ്റീവ് കേസുകളോ അധികമില്ലാത്ത പൊതുവെ ശാന്തമായ മലക്കപ്പാറ സ്റ്റേഷനിലേക്ക് വിവേകിനെ സ്ഥലം മാറ്റുന്നു. എന്നാൽ വിവേക് ചാർജ് എടുത്ത ആ ദിവസം തന്നെ മലക്കപ്പാറ സ്റ്റേഷൻ പരിധിയിലുള്ള വനപ്രദേശത്ത് രാജേന്ദ്രൻ എന്നൊരാൾ ആത്മഹത്യ ചെയ്യുന്നു. സ്ഫോടനാത്മകമായ ഒരു കൊലപാതക വിവരം ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയതിനു ശേഷമാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. കൊല നടക്കുന്നത് 1985. എന്തായിരുന്നു കൊലയ്ക്ക് പിന്നിലെ ലക്ഷ്യം? കൊല്ലപ്പെട്ടത് ആര്? എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഇറങ്ങുകയാണ് വിവേക്. സഹപ്രവർത്തകർക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നാണം കെട്ടു നിൽക്കുന്ന വിവേകിന് ഒരു പിടിവള്ളിയായി തീരുകയാണ് ഈ കേസ്. ഒരു പതിവ് കുറ്റാന്വേഷണ സിനിമയുടെ ഫോർമാറ്റ്. എന്നാൽ അവിടെ നിന്നും കഥ മാറുന്നു. ചിത്രത്തിലെ ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ കൗതുകം വർദ്ധിപ്പിക്കുന്നത് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി സ്വഭാവമാണ്. തിരക്കഥയുടെ കരുത്തും സിനിമയ്ക്ക് വേണ്ടി സംവിധായകനും അണിയറ പ്രവർത്തകരും നടത്തിയ ഡീറ്റെയിലിങ്ങും ഇവിടെയാണ് പ്രകടമാകുന്നത്. ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നതിന്റെ സാധ്യതകളെ ഏറ്റവും സൂക്ഷ്മമായി തന്നെ തിരക്കഥയിൽ നിന്നും ഫ്രെയിമിലേക്ക് മനോഹരമായി ഓർത്തെടുക്കുന്നുണ്ട്. മലയാളികൾക്ക് സുപരിചിതമായ 80കളിലെ ഒരു സിനിമയും അതിന്റെ ലൊക്കേഷനുമാണ് ചിത്രത്തിലെ അന്വേഷണത്തിന്റെ പ്രധാന പശ്ചാത്തലം. പുതിയ കാലത്തിരുന്ന് 4 പതിറ്റാണ്ടിന്റെ അകലമുള്ള മറ്റൊരു കാലത്ത് നടന്ന ക്രൈമിന്റെ അന്വേഷണം എന്നതാണ് തിരക്കഥയിലെ പ്രത്യേകത. അതിനായി അന്നത്തെ കാലം, ആളുകൾ, ഷൂട്ടിംഗ് സെറ്റ് ഇതൊക്കെ പുനഃസൃഷ്ടിക്കണം. യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇതൊക്കെ പുനഃസൃഷ്ടിച്ചെടുക്കാൻ സംവിധായകന് കഴിഞ്ഞു. ഒറിജിനാലിറ്റിക്ക് വേണ്ടി അന്ന് ആ സിനിമയിൽ പ്രവർത്തിച്ച സിനിമാ പ്രവർത്തകരുടെ മക്കളെ വരെ ഈ സിനിമയിൽ കൊണ്ടുവന്നു. അന്ന് ആ സിനിമയിൽ അസോസിയേറ്റ് ആയി പിന്നീട് മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് സംവിധായകനായി മാറിയ കമലിന്റെ ചെറുപ്പം അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ മകനായ ജനുസാണ്. 69കാരനായ ഒരു മലയാളി താരം ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. 80 കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ ഒരു സീൻ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഡയലോഗ് ഡെലിവറിയിലെ ശബ്ദത്തിൽ പോലും പ്രായവ്യത്യാസം കൊണ്ടുവരാൻ ടീം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് അത്രത്തോളം റിസർച്ച് ചെയ്താണ് ഇവർ ഈ സിനിമയിലെ ഓരോ സീൻസും ചെയ്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. വേറിട്ട വേഷപ്പകർച്ചയുമായി അനശ്വര രാജൻ. രേഖാചിത്രം ഉടൻ തിയേറ്ററുകളിലേക്ക്. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രം. മലയാളത്തിന്റെ ഭാഗ്യനായിക എന്ന ലേബൽ സ്വന്തമാക്കിയ അനശ്വര രാജൻ 2025 ആരംഭത്തിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വേഷപ്പകർച്ചയോടെയാണ് എത്തുന്നത്. രേഖാചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു അനശ്വര രാജന്റെ കന്യാസ്ത്രീ വേഷം. ചിത്രത്തിൽ കന്യാസ്ത്രീ വേഷത്തിലാണോ അനശ്വര പ്രത്യക്ഷപ്പെടുന്നതെന്ന ആകാംക്ഷ പ്രേക്ഷകരിൽ ഉടലെടുത്തതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം അതൊരു ചർച്ചാ വിഷയമായി. തന്റെ കഥാപാത്രങ്ങൾ പക്വതയോടെയും തന്മയത്വത്തോടെയും മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന അനശ്വരയുടെ വ്യത്യസ്തവും വേറിട്ടതുമായ കഥാപാത്രങ്ങളുടെ ഒരു ഘോഷയാത്ര 2024ലും 2023ലും നമ്മൾ കണ്ടതാണ്. അബ്രഹാം മോസ്ലർ, നേര്, ഗുരുവായൂരമ്പല നടയിൽ എന്നിങ്ങനെ നീളുന്ന നിരയിലേക്ക് പ്രേക്ഷകരിപ്പോൾ രേഖാചിത്രം കൂടി എഴുതി ചേർത്തിരിക്കുകയാണ്. ജോഫിൻ ടി ചാക്കോ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം കാവ്യ ഫിലിം കമ്പനി, ആൻമക മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പിള്ളിയാണ് നിർമ്മിക്കുന്നത്. സെൻസറിംഗ് കഴിഞ്ഞ ചിത്രത്തിന് യുവാറെ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയത്. ഗംഭീര സെൻസറിംഗ് അഭിപ്രായവുമായാണ് രേഖാചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. 2017 ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ ആതിര കൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അഭിനയിച്ചുകൊണ്ടാണ്
അനശ്വര സിനിമയിലേക്ക് ചുവടുവെച്ചത്. ഗിരീഷ് ഷെഡിയുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിൽ കീർത്തിയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറി. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ അനശ്വരയെ തേടിയെത്തി. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ മലയാളത്തിലെ മുൻനിര താരങ്ങളുടെ കൂട്ടത്തിൽ അനശ്വര സ്ഥാനം പിടിച്ചു. അനശ്വരയുടെ ഇതുവരെയുള്ള കഥാപാത്രങ്ങളോടൊന്നും തന്നെ ചേർത്ത് വെക്കാനാവാത്ത, തികച്ചും മാറ്റി നിർത്താവുന്ന ഒരു കഥാപാത്രവുമായാണ് രേഖാചിത്രം എത്തുന്നത്. ജോഫിൻ ടി ചാക്കോ, രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ തയ്യാറാക്കിയത്. ചിത്രത്തിന്റെ ടീസറും ട്രെയിലറുമെല്ലാം പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, ഭാമ അരുൺ, സിദ്ദിഖ്, ജഗദീഷ്, സായ് കുമാർ, ശ്രീകാന്ത് മുരളി, നിഷാന്ത് സാഗർ, പ്രേംപ്രകാശ്, സുധി കോപ്പ, മേഘ തോമസ്, സെറിൻ ഷിയാബ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിനായി അണിനിരക്കുന്നുണ്ട്. വമ്പൻ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. മാളികപ്പുറം, 2018, ആനന്ദ് ശ്രീബാല എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കാവ്യ ഫിലിംസ് കമ്പനിയും ആൻമേഗ മീഡിയയും ഒന്നിക്കുന്ന സിനിമയാണിത്. ഛായാഗ്രാഹണം അപ്പു പ്രഭാകർ, ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ്, കലാസംവിധാനം ഷാജി നടുവിൽ, സംഗീത സംവിധാനം മുജീബ് മജീദ്, ഓഡിയോഗ്രാഫി ജയദേവൻ ചാക്കടത്ത്, ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ ജി കെ, പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബു ജി സുശീലൻ, വസ്ത്രാലങ്കാരം സമീറ സനീഷ്, മേക്കപ്പ് റോണക് സേവിയർ, VFX മൈൻഡ് സ്റ്റീൻ സ്റ്റുഡിയോസ്, VFX സൂപ്പർവൈസ് ആൻഡ്രൂ ടീക്കൂസ്, വിശാഖ് ബാബു, കളറിസ്റ്റ് ലിജു പ്രഭാകർ, കളർ സ്റ്റുഡിയോ രാങ് റൈസ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബേബി പണിക്കർ, പ്രേംനാഥ്, പ്രൊഡക്ഷൻ കോർഡിനേറ്റർ അഖിൽ, ശൈലജ ശശിധരൻ, കാവ്യ ഫിലിം കമ്പനി, മാനേജേഴ്സ് ദിലീപ് ചെറിയാച്ചൻ അക്കനത്ത്, അസോസിയേറ്റ് ഡയറക്ടർ ആസിഫ് കുറ്റിപ്പുറം, സംഘടനം ഫാൻറ്റം പ്രദീപ്, സ്റ്റിൽസ് ബിജിത് ധർമ്മടം, ഡിസൈൻ യെല്ലോ ടൂത്ത്, PRO ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേവീട്, ജിനു അനിൽകുമാർ എന്നിങ്ങനെയാണ്. ഞെട്ടിക്കുന്ന ലുക്കിൽ അനശ്വര രാജൻ, പിന്നിൽ ആസിഫ് അലി. രേഖാചിത്രം ഫസ്റ്റ് ലുക്ക് പുറത്ത്. ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും പുറത്തിറങ്ങി. രേഖാചിത്രം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. നടൻ ദുൽഖർ സൽമാനാണ് ടൈറ്റിലും ഫസ്റ്റ് ലുക്കും ഔദ്യോഗികമായി റിലീസ് ചെയ്തത്. ചിത്രത്തിൽ മുഖ്യ വേഷങ്ങളിലെത്തുന്ന ആസിഫ് അലിയെയും അനശ്വര രാജിനെയും ഫസ്റ്റ് ലുക്കിൽ കാണാനാകും. വേറിട്ട ലുക്കിലാണ് അനശ്വര പ്രത്യക്ഷപ്പെടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനായി ആസിഫ് അലി വേഷമിടുന്നു. മാളികപ്പുറം, 2018 എന്നീ ചിത്രങ്ങൾക്കും റിലീസിന് തയ്യാറെടുക്കുന്ന ആനന്ദ് ശ്രീബാലയ്ക്കും ശേഷം കാവ്യ ഫിലിം കമ്പനിയും ആൻമേഗ മീഡിയയും ഒന്നിക്കുന്ന സിനിമയാണ് രേഖാചിത്രം. വേണു കുന്നിപ്പിള്ളി ചിത്രം നിർമ്മിക്കുന്നു. രാമു സുനിൽ, ജോഫിൻ ടി ചാക്കോ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കൽ തിരക്കഥ രചിച്ചിരിക്കുന്നു. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ്. മനോജ് കെ ജയൻ, ഭാമ അരുൺ, സിദ്ദിഖ്, ജഗദീഷ്, സായ് കുമാർ, ഇന്ദ്രൻസ്, ശ്രീകാന്ത് മുരളി, നിശാന്ത് സാഗർ, പ്രേം പ്രകാശ്, ഹരിശ്രീ അശോകൻ, സുധി കോപ്പ തുടങ്ങിയവരാണ് രേഖാചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. അപ്പു പ്രഭാകർ ഛായാഗ്രാഹണം നിർവഹിക്കുന്നു. എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്, കലാസംവിധാനം ഷാജി നടുവിൽ.